ഗൈസ്, വെൽക്കം ബാക്ക് ടു സ്റ്റാർ കപ്പിളിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ മുന്നേ പാർട്ട് 1 ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു കോട്ട് സെറ്റിന്റെ വീഡിയോ. അതിൽ പാന്റും ക്രോപ്പ് ടോപ്പും ആയിരുന്നു നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഇന്നത്തെ വീഡിയോ ആയിട്ട് ബാക്കി വരുന്ന കോട്ടിന്റെ വീഡിയോ സ്റ്റിച്ചിങ് വീഡിയോ ആണ്, കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് വീഡിയോ ആണ് ഇന്ന് നമ്മൾ വരുന്നത്. അപ്പോൾ അപ്പോൾ അതിൻ്റെ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് വീഡിയോ ആണ് ഇന്ന് ബാക്കി വരുന്നത്. അപ്പോൾ ആ കഴിഞ്ഞ വീഡിയോയിൽ ഇൻട്രൊഡക്ഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല, ഡയറക്റ്റ് നമ്മൾ സ്റ്റിച്ചിങ് വീഡിയോയിലേക്ക് കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ്ങിലേക്ക് കിടക്കായിരുന്നു ഫസ്റ്റ് വീഡിയോ. അതിൻ്റെ പാർട്ട് 2 ആണിത്. ഇതിൽ ഞാൻ എന്തായാലും ഇത്തിരി ഇൻട്രൊഡക്ഷനൊക്കെ പറയാമെന്ന് വെച്ചു. അത് വേറെ ഒന്നുമില്ല, ഈ ഒരു കോട്ട് സെറ്റ് സ്റ്റിച്ച് ചെയ്യാൻ കുറച്ച് കാരണങ്ങളുണ്ട്, അതുകൊണ്ട് തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മളിത് ഒരു തൃശ്ശൂർ പൂരത്തിന് വേണ്ടി ഔട്ട്ഫിറ്റായി ചെയ്തിട്ടുണ്ടായിരുന്നതാണ്. ഇപ്പോൾ തൃശ്ശൂർ പൂരം കഴിഞ്ഞ ഒരു മാസത്തോളമൊക്കെ ആയി. അപ്പോൾ ഓരോ കെട്ടായിട്ട് ഞാൻ ഇടുന്നുള്ളൂ. അപ്പോൾ ഇത് ചെയ്യാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മൈജിയുടെ ഒരു പരസ്യമുണ്ട്. ആ പരസ്യത്തിൽ നമ്മൾ മഞ്ജു ചേച്ചി ഇവിടെ ഒരു ഔട്ട്ഫിറ്റ് ഉണ്ടായിരുന്നു, ഈ ഒരു കോട്ട് സെറ്റ്. ഈ കോട്ട് സെറ്റല്ല, ആ ഒരു കോട്ട് സെറ്റിൻ്റെ പടം ഇവിടെ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഔട്ട്ഫിറ്റാണ് മഞ്ജു ചേച്ചി, അതൊരു വയലറ്റ് കളർ തീമിലാണ്. അപ്പോൾ ഞാൻ അത് കണ്ടിട്ട് അതേ മോഡലിൽ തയ്ച്ചു. തുണി മെറ്റീരിയൽ അതൊന്നും സെയിമായി എടുക്കാൻ നോക്കിയില്ല, ജസ്റ്റ് അതൊരു മോഡലിൽ എനിക്കൊരു കോട്ട് സെറ്റ് വേണമെന്ന് തോന്നിയിട്ട് ഞാൻ സ്റ്റിച്ച് ചെയ്തതാണ്. തുണി നമുക്ക് അതിനനുസരിച്ചുള്ള മെറ്റീരിയലൊന്നും എടുത്തില്ല. ഞാൻ മീഷോയിൽ നിന്ന് മുന്നേ വാങ്ങിച്ച് വെച്ചൊരു മെറ്റീരിയൽ ഉള്ളത് കൊണ്ട് ഞാൻ അത് വെച്ച് തയ്ച്ചു എന്ന് മാത്രം. അല്ലാതെ നമ്മൾ അതിന് മാച്ചായിട്ടുള്ളൊരു തുണി എടുക്കണമെങ്കിൽ എടുക്കായിരുന്നു, അതേ തുണിയിലെടുത്ത് നമുക്ക് സ്റ്റിച്ച് ചെയ്യുന്നു. പക്ഷെ ഞാൻ അതിനൊന്നും നിന്നില്ല, ഞാൻ പെട്ടെന്നൊന്ന്. അപ്പോൾ മഞ്ജു ചേച്ചിയുടെ ഒരു ഔട്ട്ഫിറ്റാണ് ഞാനത് റീക്രിയേറ്റ് ചെയ്യാൻ ശ്രമിച്ചത്. നിങ്ങൾ ഇതും എൻ്റെ ഔട്ട്ഫിറ്റും തമ്മിൽ വിലയിരുത്തിയിട്ട് എത്രത്തോളം നന്നായിട്ടുണ്ട് എന്ന് പറയണം കേട്ടോ. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഇൻട്രൊഡക്ഷൻ എടുക്കാൻ പറ്റിയില്ല, പെട്ടെന്ന് എന്തായാലും വീഡിയോ ഇടേണ്ടത് കൊണ്ട് ആ ധൃതി കാരണം ഞാൻ ഇട്ടു അപ്ലോഡ് ചെയ്യായിരുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഞാൻ അതുകൊണ്ട് തന്നെയാണ് വളരെ ക്ലിയറായിട്ട് പറയണത്. നമ്മളൊരു റീക്രിയേഷനാണ് ചെയ്തത്, മഞ്ജു ചേച്ചിയുടെ ഡ്രസ്സാണ്. പക്ഷെ റീക്രിയേഷൻ വെക്കുമ്പോൾ മെറ്റീരിയൽ വൈസ് അല്ല, നമ്മൾ സ്റ്റിച്ചിങ് വൈസ് മാത്രമാണ് ഞാൻ നോക്കിയിട്ടുള്ളത്. നമുക്കിനി ഇതിൻ്റെ കോട്ട് സെറ്റിൻ്റെ കോട്ട് സ്റ്റിച്ചിങ്ങിലേക്കാണ് നമ്മൾ കിടക്കാൻ പോകുന്നത്. അത് നോക്കാം. മനസ്സിലാവത്തൊക്കെ എല്ലാവരും കമൻറ്റിലൂടെ പറയാം. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഷോർട്സ് ആയിട്ടോ വീഡിയോയിൽ പറയണുണ്ട്. ഏതെങ്കിലും ഭാഗങ്ങൾ അറിയില്ലെങ്കിൽ ഞാൻ ആ ഭാഗം നിങ്ങൾ കമൻറ്റിലൂടെ ചോദിക്കുകയാണെങ്കിൽ ഞാൻ ഷോർട്സ് ആയിട്ട് സെപ്പറേറ്റ് ആയിട്ട് ഡീറ്റെയിൽ ആയിട്ട് വരച്ചോ എങ്ങനെയെങ്കിലുമൊക്കെ കാണിക്കാം. അതേപോലെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കുറേ പറഞ്ഞിട്ടുണ്ടായിരുന്നു വരച്ചിട്ടിടാന്ന്, പക്ഷെ അതെനിക്കത് പറ്റിയില്ല. പെട്ടെന്ന് വീഡിയോ അപ്ലോഡ് ചെയ്യേണ്ടത് കൊണ്ട് നമുക്ക് പെട്ടെന്ന് വരച്ചിടാന്നുള്ളത് അത്ര പോസിബിൾ ആയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ആ വീഡിയോയിലായാലും നിങ്ങൾക്ക് കമൻറ്റിൽ പറയാം. അതിൻ്റെ പാൻറ്റിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും അല്ല കട്ടിങ് മെഷർമെൻറ്റ്സൊക്കെ ഒരു പേപ്പർ കട്ടിങ്സിൽ വരച്ച് അങ്ങനെയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അത് ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ ഷോർട്ട്സ് ആയിട്ട് ചെയ്യും. അതുപോലെ ഈ കോട്ടിൻ്റെ ആയാലും വേണമെന്നുണ്ടെങ്കിൽ പറയുകയാണെങ്കിൽ ഷോർട്ട് ആയിട്ട് പേപ്പറിൽ വരച്ച് മെഷർമെൻറ്റ്സ് കാണിച്ച് ചെയ്യും. ഇതൊരു മീഡിയം സൈസിൽ വരുന്നവർക്കും S2 മീഡിയം വരുന്നവർക്ക് ഇടാൻ പറ്റുള്ളൂ. അതിനും വലിയ ആൾക്കാർക്കൊന്നും ആ ഒരു മെഷർമെൻറ്റിലാണ് ഞാൻ ചെയ്തിരിക്കുന്നത് കേട്ടോ. അങ്ങനെയൊക്കെയാണ്. നമുക്ക് നേരെ വീഡിയോയിൽ കിടന്നാലോ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഒരു തുണി മടക്കിയിടുക. നിങ്ങൾക്ക് എത്ര വണ്ണം വേണമെന്ന് വെച്ചാൽ ഇതിൽ മടക്കിയിടാം. ഞാൻ ലൈനിങ് ആയ കാരണം നടു മടക്കിയിട്ടിരിക്കണം. എനിക്ക് ഷോൾഡർ വേണം. നമുക്ക് ഓൾറെഡി മോൾ വശം നമുക്ക് മറ്റേ പാൻറ്റിൻ്റെ പറ്റിയ ബാറ്റാണ് കേട്ടോ. അപ്പം നമുക്ക് മോൾ വശം വേണ്ടത് എന്താ പറയുക 7 ഇഞ്ചാണ് എനിക്ക് ഷോൾഡർ വേണ്ടത് കേട്ടോ. മൊത്തം എൻ്റെ പേര് 14 ആയിരിക്കും. അപ്പം എനിക്ക് 7 ഇഞ്ച് ഷോൾഡർ ഞാൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ 7 ഇഞ്ച് ഷോൾഡറും കൊടുത്തതിൽ ഇനി കൈക്കുഴി മേടിക്കാം. കൈക്കുഴി എനിക്ക് 7.5 ആണ് വേണ്ടത്. 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ ആം ഹോൾ വരുന്നത് 7.5 ആണ് വരുന്നത് കേട്ടോ. 7.5 ആം ഹോൾ വരുന്നത്. നമുക്കിനി ഇത് വര കറക്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നിന്ന് വീണ്ടും ഞാൻ പറഞ്ഞില്ലേ 7 നമ്മുടെ ഇത് വന്നിട്ടുണ്ടായിരുന്നത്. 7ക്ക് ഇങ്ങനെ നോക്കാം. എന്നിട്ട് സ്കെയിലിട്ട് എന്നിട്ട് ഇവിടെ നിങ്ങളുടെ സ്ട്രെയിറ്റ് ലൈൻ കൊടുക്കാം. സ്ട്രെയിറ്റ് ലൈൻ ഇങ്ങനെ കൊടുത്താൽ മതി. ഇതാണ് നമ്മുടെ ഇത് ആം ഹോൾ വരുന്നത്. ഇത്ര
അത്രയ്ക്കാണ് ആം ഹോളിൽ വരുന്നത്. വണ്ണം ഞാൻ പിന്നെ പറയാം കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ വണ്ണം മെഷർമെൻറ്റ്സിൽ വണ്ണം വരുന്നത് എനിക്ക് 9.5 ഞാൻ കൊടുക്കും. അത്രയൊന്നും വേണ്ട, പക്ഷെ ഞാൻ 9.5 ഇപ്പോൾ കൊടുക്കുന്നുണ്ട് കേട്ടോ. അതാണ് നമ്മുടെ വണ്ണം വരുന്നത്. പ്ലസ് 2 ഇഞ്ച് അല്ലെങ്കിൽ 3 ഇഞ്ച് വരെ നമുക്ക് തയ്യൽ തുമ്പായിട്ട് കൂടുതലിടാം. അപ്പോൾ ഞാൻ ഈ വരച്ച അളവ് കറക്റ്റാണ്. ഇതിൽ വേണം നമുക്ക് ആം ഹോൾ വയ്ക്കാൻ. അതേപോലെ തന്നെ നമ്മുടെ അരവണ്ണം, അതായത് ഇപ്പോൾ ഇവിടെ നിന്നൊരു ഏകദേശം ഇവിടെ നിന്നൊരു 10-11 ഇഞ്ച് 14 ഇഞ്ച് താഴേക്ക് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നിന്ന് നേരെ നോക്കുന്ന ഒരു വണ്ണം, അതായത് നമ്മൾ നേരത്തെ കൊടുത്തതിനെക്കാട്ടും നമുക്ക് നേരത്തെ എത്രയായിരുന്നു 9.5 ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിനെക്കാട്ടും കുറച്ച് കുറവ് വരുള്ളൂ. 1/2 ഇഞ്ച് കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു വലിയ വണ്ണം കിട്ടും. നമുക്ക് ഇങ്ങനെ ഷേപ്പ് ചെയ്ത് നോക്കുമ്പോൾ ഇങ്ങനെ വരയ്ക്കാമോ. അത് ഞങ്ങൾ ഈ കോട്ട് കാരണം അത്ര ഷേപ്പിലാക്കിയില്ലെങ്കിലും കുഴപ്പമില്ല. നമുക്ക് ലാസ്റ്റ് എങ്ങനെ കാണിച്ചു തരാം. ഇനി നമുക്ക് ഈ കൈക്കുഴി ജസ്റ്റ് വരച്ചെടുക്കാം. അത് നമ്മുടെ ഈ കുഴിയിൽ നിന്ന് 1.5 ഇഞ്ച് കണ്ട ഈ 1.5 ഇഞ്ചിൽ വരച്ചു കൊടുത്താൽ മതി. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്യാം. പിന്നെ ഞാൻ ഇവിടെ പറഞ്ഞല്ലോ, ഞാൻ ശരിക്കും 3 ഇഞ്ച് നമ്മുടെ ഹിപ്പ് 3 ഇഞ്ച് കൊടുക്കുമ്പോൾ ഇവിടേക്ക് വരും. ഇങ്ങനെ വരയ്ക്കണം കേട്ടോ, ഇങ്ങനെ. പിന്നെ എൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് 24 ആണ് വരുന്നത്. 24 പ്ലസ് ഞാൻ ഒരു 3 ഇഞ്ചോളം കൂട്ടിയിട്ടുണ്ട്. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മടക്കടിക്കാനൊക്കെ വേണ്ടി ഞാൻ 3 ഇഞ്ചോളം കൂട്ടിയിട്ടുണ്ട്. ഒരു 27-28 ഇട്ടാലും കുഴപ്പമൊന്നുമില്ല. അത്രയ്ക്ക് ഞാൻ എന്താ പറയുക ടോപ്പിൻ്റെ ഇത് ഇട്ടിട്ടുണ്ട് കേട്ടോ. 28 ഇട്ടോ, അതായത് നമുക്ക് ലാസ്റ്റ് ഉണ്ടെങ്കിൽ ചെയ്യാം. പിന്നെ നമ്മുടെ ഇവിടുത്തെ വണ്ണം എന്ന് പറയുന്നത് ഇതിൽ കൂടുതലിട്ടോ, ഒരു 11 ഇട്ടോ. നമുക്ക് തയ്യൽ തുമ്പടക്കം ഒരു 11 ഇടുന്നത് എപ്പോഴും ഉപകാരമായിരിക്കും. 11 + 3 ഇട്ടാം. 11 + 3 എന്ന് പറയുമ്പോൾ ഇത്ര വയ്ക്കാം. നമുക്ക് നേരെ ഇങ്ങനെ ഷേപ്പിൽ വയ്ക്കാം. ഇത് തയ്യൽ തുമ്പാട്ടോ. ഞാൻ ഇതിലാണ് ഇത്രയധികം തയ്യൽ തുമ്പ് അങ്ങനെ ഷോക്ക് ചെയ്തത്. എനിക്ക് എപ്പോഴും തയ്യൽ തുമ്പൊക്കെ അധികം വേണ്ട ആളാണ്. പിന്നെ അളവ് തെറ്റ് ചെയ്ത് തോന്നുകയാണെങ്കിൽ 28 ഈ സൈഡിൽ നിന്നും കൂടെ ഈ ഒരു സൈഡിൽ നിന്നും കൂടെ നമുക്ക് നോക്കാം കേട്ടോ. ഇങ്ങനെ വരച്ചിട്ട് ഇവ രണ്ടാളെ ഒന്ന് യോജിപ്പിച്ചാൽ മതി. ഇവരെ രണ്ടാളൊന്ന് യോജിപ്പിച്ചാൽ മതി. നമുക്ക് നല്ലൊരു വട്ടം കിട്ടും. ഇതാണ് നമ്മുടെ ബാക്ക് ഭാഗത്തിൻ്റെ കട്ടിങ് വരുന്നത് കേട്ടോ. ഇതാണ് അതിൽ തയ്യൽ തുമ്പ് ഞാൻ കുറച്ച് അധികം ഇട്ടിട്ടുണ്ട്. എനിക്ക് ഞാൻ ഇപ്പോൾ തയ്ച്ചാലും കുറേ തയ്യലാണ്. ബാക്ക് നെക്കിൻ്റെ വിട്ട് എന്ന് പറയുന്നത് ഒരു 3 ഇഞ്ച് കൊടുക്കാം. 3 ഇഞ്ച് വിട്ട് കൊടുക്കാം. ഇറക്കം എന്ന് പറയുന്നത് 1 ഇഞ്ച് കൊടുക്കാം. 1 ഇഞ്ച് കൊടുക്കുമ്പോൾ വളരെ ബോറായിരിക്കും. നമുക്കൊരു 1/2 ഇഞ്ച് കൊടുത്താൽ മതി കേട്ടോ. 1/2 ഇഞ്ച് ഒന്ന് കറവ് ചെയ്ത് വരച്ചാൽ മതി. ഒരു 1/2 ഇഞ്ച് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് കറവ് ചെയ്ത് വരയ്ക്കാം. 3 1/2 എന്നിട്ട് ജസ്റ്റ് നമുക്ക് ഇങ്ങനെ ഒന്ന് കൊടുത്താൽ മതി. അതേപോലെ തന്നെ ഈ ഷോൾഡർ ഒന്ന് സ്ലോപ്പ് ചെയ്ത് കൊടുക്കാം. ഒരു 1/2 ഇഞ്ചോളം നിങ്ങളൊന്ന് സ്ലോപ്പ് ചെയ്യും. സ്ലോപ്പ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാം. ഇത് നിങ്ങൾക്ക് മനസ്സിലായാലും ഇത് ഞാൻ തയ്യൽ തുമ്പ് ഇട്ടതാണ്. 3 ഇഞ്ച് ഇട്ടിട്ടുണ്ട് ഞാൻ. 3 ഇഞ്ച് എന്താ പറയുക ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല. 2 ഒക്കെ ഇട്ടാലും മതി. ഞാൻ കുറച്ച് അധികം ഇട്ടുന്നുള്ളൂ. അത്രയാണ് കേട്ടോ. നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് ഈ മെഷർമെൻറ്റ്സിൽ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ബാക്ക് ഭാഗം ഓക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രണ്ടിലേക്ക് പോകും.
അപ്പോൾ ഇത് നമ്മൾ ഇത് വീണ്ടും ബാക്ക് ഭാഗമാണ് കേട്ടോ. ഈ ബാക്ക് ഭാഗം വീണ്ടും ഫ്രണ്ട് ഭാഗം എന്ന് പറഞ്ഞൊരു ഫ്രണ്ട് ഭാഗത്തിലേക്ക് മീതെ ബാക്ക് ഭാഗത്തില്. പക്ഷേ ഇവിടെ ഞാനൊരു ബ്ലാക്ക് ലൈൻ പോയിരിക്കുന്നുണ്ട്, അത് ഞാൻ കൊടുത്തിരിക്കുന്നുണ്ട്. ഇത് വിട്ട് പോണ ബോർഡറാണ്. അവിടെ നിന്ന് ഇങ്ങോട്ട് 2 ഇഞ്ച് നീക്കിയിട്ട് ഓപ്പണിങ് വരുന്ന ഒരു ഭാഗത്താണ് നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് 2 ഇഞ്ച് നീക്കിയിട്ട് ബാക്ക് ഭാഗത്തിരിക്കുന്നത്. ഇവിടെയാണ് നെക്ക് വരുന്നത്, ഇവിടെയാണ് കൈക്കൂലി വരുന്നത്. കേട്ടോ, നിങ്ങൾക്ക് വെട്ടുമ്പോൾ മനസ്സിലാവും കേട്ടോ. 2 ഇഞ്ച് നമ്മളിവിടെ കൂടുതലിട്ട് ഫ്രണ്ട് ഭാഗത്തിന് കൂടുതലിടണം. അതാണ് ഈ കട്ടിങ്ങിൻ്റെ ഇതെന്ന് പറയുന്നത്. ബാക്കിയൊക്കെ സെയിം തന്നെയാണ് കേട്ടോ. 2 ഇഞ്ച് കൂടുതലിട്ടിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ഇനി ഈ രീതിയിൽ നമുക്ക് ഇത് വെച്ചിട്ട് വെട്ടിയെടുക്കാം കേട്ടോ. വെട്ടിയെടുത്തിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ അങ്ങനെ നമ്മുടെ ഫ്രണ്ട് പോർഷനും വെട്ടിക്കഴിഞ്ഞു. ഇതിൻ്റെ വെയിറ്റിംഗ് കട്ട് ചെയ്യുന്ന സമയത്ത് അപ്പോൾ നമ്മൾ കണ്ടു ഈ 2 ഇഞ്ച് കൂടുതൽ നിൽക്കുന്നത് ഇങ്ങനെ ഒന്ന് മടക്കി വെക്കണം കേട്ടോ. 2 പുറം ഒന്ന് മടക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല സ്മൂത്തായിട്ട് ആ ഒരു മടക്കിലേക്ക് നമുക്ക് അറിയാം അളവ്. അങ്ങനെ അതൊക്കെ നമ്മൾ വെട്ടിക്കഴിഞ്ഞു. അപ്പോൾ ഇനി ഫ്രണ്ട് പോർഷനിൽ വെട്ടാനുള്ളതെന്ന് പറയുന്നത് നെക്കാണ്. അപ്പം നെക്ക് ഞാൻ ഫസ്റ്റ് കൊടുത്തിരിക്കുന്നത് 2.5 ഇഞ്ചാണ് ഞാൻ നെക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതേപോലെ തന്നെ ഇറക്കം കൊടുത്തിരിക്കുന്നത് 2.5 കൊടുത്തിട്ടുണ്ട് കേട്ടോ. നെക്ക് സ്റ്റിച്ചിങ് കൂടെ പോകുമ്പോൾ 2.5 കൊടുത്തിട്ടുണ്ട്. വീതി ഇറക്കം 2.5 കൊടുത്തിട്ടുള്ളൂ. 3 കൊടുക്കുമ്പോൾ വല്ലാണ്ട് ഇറങ്ങി നിൽക്കും. 2 കൊടുത്താലും മതി, നമുക്ക് കോളർ ആയിക്കൊണ്ട് കുറച്ച് കുടുങ്ങി നിൽക്കണമല്ലോ. അപ്പോൾ 2.5 വീതിയും 2.5 ഇറക്കം കൊടുത്തിട്ടാണ് നമ്മൾ ഫ്രണ്ട് നെക്ക് വരച്ചെടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതൊന്നൊരു സ്ക്വയർ ആക്കിയിട്ട് നമുക്ക് വരച്ചെടുക്കാം. ഈ 2.5 2.25 വീതി വരുന്നത് ഒന്ന് സ്ക്വയറാക്കി വരച്ചെടുക്കാം. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നെക്കിൻ്റെ വീതി എന്ന് പറയുന്നത് 2.5 2.25 സോറി, വീതി എന്ന് പറയുന്നത് 2.25 ലെങ്ത്ത് ഇറക്കം എന്ന് പറയുന്നത് 2.5 ആണ് കൊടുത്തിട്ടുള്ളത്. ഇങ്ങനെ കൊടുത്ത് ഇങ്ങനെ ഒരു സ്ക്വയറാക്കി എടുക്കാം. അതിന് ശേഷം ഇനി നമുക്ക് നെക്ക് റൗണ്ട് ഷേപ്പിൽ തന്നെ വെട്ടിയെടുക്കാം കേട്ടോ. അതായത് ഒരു റൗണ്ട് ആക്കിയിട്ട് നമുക്ക് അതിൻ്റെ ഉള്ളിൽ ഒന്ന് വരച്ച് കൊടുക്കണം. നമ്മൾ സാധാ വരച്ച് കൊടുക്കുന്ന ഭാഗത്ത് തന്നെ വരച്ച് കൊടുക്കാം. ഇപ്പം നിങ്ങൾക്കൊരു ഡൗട്ട് തോന്നും, നമ്മൾ 2 ഇഞ്ച് എക്സ്ട്രാ ഇട്ടതുണ്ടല്ലോ, അത് കൂട്ടാതെയാണ് നമ്മൾ നെക്കിൻ്റെ വീതിയും ലെങ്ത്തൊക്കെ എടുക്കുന്നത്. വീതി എടുക്കേണ്ടത് ആ ഒരു 2.5 ഇഞ്ച് കൂടുതൽ ഇട്ടത് കൂട്ടാതെ വേണം എടുക്കാൻ. ഞാൻ വരച്ചത് വെച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, ഞാൻ വരച്ചത് കണ്ടില്ല. ഇനി നമ്മൾക്ക് ഈ 2 കൂടുതലിട്ട് കൊടുത്ത് നമുക്കും കൂടെ നമ്മളെ നീട്ടി വരയ്ക്കണം. അപ്പം നമ്മൾ നേരത്തെ ആ 2.5 ഇഞ്ചൊന്ന് ആ ഒരു എക്സ്ട്രാ ഇട്ട തുണിയിലും കൂടെ ഒന്ന് പോയിൻ്റ് ചെയ്തിട്ട് ആ ഒരു ഇതിനെ നീട്ടി വരയ്ക്കണമെന്നുള്ളൂ. പക്ഷേ അളവെടുക്കുമ്പോൾ ശരിക്കും നമ്മൾ ആ മടക്കിൽ നിന്നാണ് എടുക്കേണ്ടത്. 2.5 ഇഞ്ചിൻ്റെ ഇവിടെ നിന്നുള്ള ആ മടക്കിൽ നിന്ന് എടുക്കണം കേട്ടോ. അപ്പോൾ അതിൽ വല്ല ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് എന്തായാലും കമൻറ്റിലോട് ചോദിക്കണം. ഞാൻ അതിൻ്റെ ഒരു ഷോർട്ട്സ് വീഡിയോ ആയിട്ട് എന്തായാലും ചെയ്യുന്നതായിരിക്കും കേട്ടോ. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞല്ലോ മറ്റേൻ്റെ പേപ്പർ കട്ടിങ്സ് പോലെ ചെയ്യാം, പക്ഷെ അതിനെനിക്ക് സമയം കിട്ടിയില്ല. അതുകൊണ്ടാണ് വീഡിയോ എന്തായാലും ഇറങ്ങേണ്ടതും കൂടെ ആയതുകൊണ്ട് ഞാൻ ചെയ്യാഞ്ഞതാണ്. അപ്പോൾ ഇത് ചോദിക്കുകയാണെന്ന് വെച്ചാൽ എന്തായാലും അതിൻ്റെ പേപ്പർ കട്ടിങ്സും കൂടെ ഷോർട്ട്സ് ആയിട്ട് ഞാൻ ആഡ് ചെയ്യും. ഇപ്പോഴത്തേ നമ്മൾ 2 പുറം അങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ കട്ടിങ് എന്ന് പറയാൻ. ഇനി നമുക്ക് ഇത് മാറ്റി ഇത് ഇട്ടിട്ട് ഇതിൻ്റെ മീതെ മെയിൻ ക്ലോത്ത് ഇട്ട് അത് ഇതിൻ്റെ മീതെ ഇട്ടിട്ട് കട്ട് ചെയ്യുന്നുള്ളൂ. ബാക്കി കൈയും കോളർ വയ്ക്കുന്നു അതൊക്കെ നമ്മൾ ആ സമയത്ത് കട്ട് ചെയ്യാന്ന് വെച്ചാൽ. അപ്പോൾ മെയിൻ ക്ലോത്ത് എൻ്റെ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഞാൻ അതിന് മീതിട്ട് അതേ മാതിരി തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുള്ളൂ, വേറെ ഒന്നും ചെയ്തിട്ടില്ല. അത് കഴിഞ്ഞ് നമുക്ക് വേണ്ടത് ഫ്രണ്ട് പോർഷനില്ല, അത് 2 സെപ്പറേറ്റഡ് ആയിട്ടുള്ള പോർഷനാണല്ലോ. അപ്പോൾ ആ ഫ്രണ്ട് പോർഷനിൽ നമുക്ക് എന്താ പറയുക 2 പാളികൾ വെച്ച് മടക്കി അടിക്കണം. അപ്പം ഞാനത് മെയിൻ ക്ലോത്തിൽ നിന്ന് കട്ട് ചെയ്തെടുക്കാമെന്ന് വെച്ചു. അപ്പോൾ പാളിയുടെ ഇറക്കം എന്ന് പറയുന്നത് നമ്മുടെ ടോപ്പിൻ്റെ ഇറക്കം എത്രയാണ്, നമ്മുടെ കോട്ടിൻ്റെ ഇറക്കം എത്രയാണോ അത്ര ഇറക്കം എടുക്കുക. അപ്പം നമ്മളിപ്പോൾ 28 അല്ലേ എടുത്തിട്ടുണ്ടായിരുന്നു, അത്ര ഇറക്കം. വീതി 6 ഇഞ്ച് വീതിയിലാണ് ചെയ്യേണ്ടത്. 6 ഇഞ്ച് വീതിയും എത്രയാണ് നമ്മുടെ ടോപ്പിൻ്റെ ഇറക്കം പിന്നെ ആ ഒരു ഇറക്കത്തിൽ വേണം വെട്ടാൻ. അപ്പോൾ അങ്ങനെ 2 പീസ് വേണം കേട്ടോ 6 ഇഞ്ച് വീതിയിൽ. അപ്പം ഞാൻ 6 ഇഞ്ച് വീതിയിൽ അങ്ങനെ 2 പീസ് ഒറ്റ രീതിയിൽ നിന്ന് വെട്ടാണ്. ഇതിനൊന്ന് സെൻറ്റർ മടക്കി വെട്ടി കഴിഞ്ഞാൽ നമുക്ക് അപ്പോൾ 2 പീസ് കിട്ടും. പിന്നെ അപ്പോൾ ഇത്രേ ഉള്ളൂ ഈ കട്ടിങ്സ് എന്ന് പറയാം, വേറെ എക്സ്ട്രാ കട്ടിങ്സ് ഒന്നുമില്ല. ഇനി നമുക്ക് കൈ വയ്ക്കാൻ അത് ഞാൻ ആ വയ്ക്കണ സമയത്ത് കാണിച്ചു തരാം കേട്ടോ. ഞാൻ എപ്പോഴേ കട്ട് ചെയ്ത് ഇതാക്കണില്ല. അപ്പോൾ അത്രേ ഉള്ളൂ. കോളർ അത് അപ്പം വെട്ടി കാണിച്ചു. അപ്പോൾ ഇനി നമുക്ക് നേരെ സ്റ്റിച്ചിങ്ങിലേക്കാണ് കിടക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് തന്നെ സ്റ്റിച്ച് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താ പറയുക ലൈനിങ് അറ്റാച്ച് ചെയ്ത് കൊടുക്കലാണ്. എൻ്റെ മൂക്കടഞ്ഞുകൊണ്ട് ശബ്ദം കുറച്ച് വ്യത്യാസമുണ്ട്.
അപ്പോൾ ലൈനിങ് അറ്റാച്ച് ചെയ്യുന്നത് ഈ പ്രാവശ്യം നമുക്ക് എന്താ നല്ല പുറത്തിട്ട് കൊട്ടപ്പുറത്തേക്ക് മറക്കിന് അങ്ങനത്തെ സംഭവമൊന്നുമില്ല. ഡയറക്റ്റ് മെയിൻ ക്ലോത്ത് വിരിച്ചിടുക, മെയിൻ ക്ലോത്തിൻ്റെ പൊട്ടവശത്ത് നമ്മുടെ ലൈനിങ് വയ്ക്കുക, അത്രേ ഉള്ളൂ. എന്നിട്ട് നേരെ നമ്മുടെ കഴുത്തും ആ ജോയിൻ്റ്, അതായത് നമ്മുടെ ഓപ്പണിങ് വരുന്ന ഭാഗം ഫുൾ 4-5 എത്ര വശമുണ്ടോ 4 വശവും ഫുൾ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. അല്ലാതെ വേറെ മറച്ചിട്ടുള്ള പിടിച്ചിട്ടുള്ള ഒന്നുമില്ല. അങ്ങനെ എന്തെങ്കിലും നമ്മുടെ സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ നെക്ക് വെക്കലാണ് കേട്ടോ. അപ്പം നമ്മൾ നമ്മുടെ ഈ ഓപ്പണിങ് വരുന്ന ഭാഗത്ത് നിന്ന് 3 ഇഞ്ച് ഒന്ന് അടയാളപ്പെടുത്താം. നെക്ക് വെക്കലല്ല, നമ്മുടെ ഒരു പട്പാളി വെക്കണമെന്ന് പറഞ്ഞില്ലേ ഫ്രണ്ടിൽ, അതാണ്. ഇത് നമ്മുടെ ഓപ്പണിങ് വരുന്ന ഭാഗത്ത് ഒരു 3 ഇഞ്ച് അടയാളപ്പെടുത്താം. ഇത് വരുന്നത് ലെഫ്റ്റ് സൈഡിലത്തെ ഭാഗമാണ് കേട്ടോ. ഇനി ഇത് നമ്മൾ വെട്ടിയെടുത്ത 6 ഇഞ്ച് വീതിയിലുള്ള പാളി ഇത് അതിൻ്റെ മീതെ നല്ല പുറത്ത് വെച്ചെടുക്കാം. നമ്മുടെ തുണിയുടെ നല്ല പുറത്ത്, ആ പാളിയുടെ നല്ല പുറം നമ്മൾ കൂട്ടിയിട്ട് വെക്കുക. എന്നിട്ട് ഇപ്പം നമുക്ക് ഇത്തിരി ഞാൻ വെട്ടിയതിൽ കുറച്ച് മിസ്റ്റേക്ക് ഉണ്ട്. നമ്മൾ ടോപ്പിൻ്റെ ഇറക്കത്തിൻ്റെ ഒപ്പം ആയിട്ടില്ല, അത് ഇത്തിരി കുറവായിപ്പോയി. നമ്മുടെ പാളി ശരിക്കും കറക്റ്റ് ഇറക്കുന്നതിന് വെട്ടാം. ഇത് കുഴപ്പമില്ല, മടക്കി അടിക്കുമ്പോൾ ശരിയാവും. ഞാൻ പിന്നെ ഇത്തിരി ഉണ്ടല്ലോ. അപ്പം നമ്മളിനി പൊട്ടവശം വെച്ചിട്ടാണ് അടിക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഇപ്പുറത്തെ വശത്തും കൂടെ അളവ് അറിയാൻ വേണ്ടി 3 ഇഞ്ച് ഒന്ന് കറക്റ്റ് അടയാളപ്പെടുത്തി കൊടുത്തതാണ് കേട്ടോ. അപ്പുറത്തെ വശത്തല്ലായിരുന്നു ശരിക്കും അടയാളപ്പെടുത്തുന്നത്. ഇതിന് ശേഷം പാളി വെച്ചു, പാളിയുടെ നല്ല പുറത്ത് നമ്മുടെ മെയിൻ ക്ലോത്ത് നല്ല പുറം വശം ഇട്ടിട്ട് ഇങ്ങനെ ജോയിൻ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ വീഡിയോയിൽ കാണുന്നതൊന്ന് ശ്രദ്ധിക്കാം. ഇനി നമ്മൾ നേരെ ഓപ്പണിങ് വരുന്ന ഭാഗത്താട്ടോ അത് വെക്കേണ്ടത്. ഓപ്പണിങ് വരുന്ന ഭാഗത്ത് നേരെ വെച്ച് ഒന്ന് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അറ്റം വരെ ഒറ്റൊരു സ്റ്റിച്ചിങ് ആണ് കൊടുക്കുന്നത്. അതിന് ശേഷം ആ സ്റ്റിച്ചിങ് കഴിഞ്ഞ ശേഷം കഴുത്തിൽ നമ്മൾ 3 ഇഞ്ച് നീക്കി അടയാളപ്പെടുത്തിയിട്ടുണ്ടായിരുന്നല്ലോ ആ നെക്ക്, അതുവരെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അതുവരെ മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ, അതിനവിടെ നീങ്ങാൻ പാടില്ല. ആ 3 ഇഞ്ച് വരെ മാത്രമേ സ്റ്റിച്ചിങ് കൊടുക്കാൻ പാടുള്ളൂ, അതിന് ഇങ്ങോട്ട് നീങ്ങാൻ പാടില്ല കേട്ടോ. അപ്പോൾ അത്രയും കഴിഞ്ഞ് ബാക്കി നമ്മുടെ നെക്കിൻ്റെ അടുത്ത് ആ പീസിൽ അത് നമുക്ക് വെട്ടിക്കളയാം. അതിൻ്റെ ആവശ്യമില്ല. സാധാരണ നമ്മൾ നെക്ക് വെട്ടിക്കളയാറുണ്ടല്ലോ, അതേമാതിരി നമുക്ക് ആ ഒരു പീസിനെ വെട്ടിക്കളയാം. അതിന് നമുക്കിനി ആവശ്യമില്ല. അപ്പോൾ അത് വെട്ടുമ്പോൾ സൂക്ഷിച്ചും നോക്കിയിട്ടും വെട്ടണം, കറക്റ്റ് അളവ് വെച്ച് വെട്ടണം കേട്ടോ, അല്ലെങ്കിൽ നമുക്ക് കഴുത്ത് കോമാഞ്ഞു പോവും. അപ്പോൾ ഇത് അങ്ങനെ വെട്ടിയ ശേഷം നമ്മുടെ ഈ തുണി മറയ്ക്കുക. സാധാരണ നമ്മൾ കഴുത്ത് മറയ്ക്കണ പോലെ ഈ സാധനം മറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നമുക്ക് നല്ല ഒരു 3 ഇഞ്ച് തൊട്ട് ആ കോർണറും കഴിഞ്ഞ് താഴെ വരെ നമുക്ക് അടിച്ച് മറച്ച് കിട്ടും. നല്ലൊരു സൂപ്പറായിട്ടൊരു ഫിനിഷിങ് തന്നെ കിട്ടും. നന്നായി ഒന്ന് വലിച്ച് നന്നായി ഇനി നമുക്കതിനൊന്ന് പതിച്ചടിച്ച് കൊടുക്കാം. അപ്പോഴാണ് നമുക്ക് ഫിനിഷിങ് ആവുള്ളൂ. സാധാരണ നമ്മൾ കഴുത്ത് മറിച്ച് പതിച്ചടിക്കില്ലേ, അതുമാതിരി തന്നെ നമ്മൾക്കൊന്ന് കഴുത്ത് അടിച്ച് മറിച്ച് കൊടുക്കുക. മറിച്ചിട്ടിട്ട് ഒന്ന് പതിച്ചടിച്ച് കൊടുക്കുക. അപ്പോൾ ഞാൻ ഇനി പതിച്ചും കൂടി അടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു ഭാഗം, ഇപ്പം നമ്മുടെ ലെഫ്റ്റ് സൈഡിൻ്റെ ഇത് ഫിനിഷിങ് ആവും കേട്ടോ. ഞാൻ ആ കഴുത്തിൻ്റെ 3 ഇഞ്ച് നീക്കി വേറെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു, അവിടെ തൊട്ടാണ് അടിക്കണത്. അവിടെ തൊട്ട് അവിടെ കോർണറിലെത്തുമ്പോൾ നമ്മൾ സൂചിയിട്ട് താഴേക്ക് തിരിച്ച് വലിച്ച് പിടിച്ച് പതിഞ്ഞ് വരേണ്ട രീതിക്ക് തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അതിനൊരു ഇതില്ല കേട്ടോ. അപ്പോൾ പതിഞ്ഞ് നമുക്ക് ഫുൾ പതിച്ചടിക്കാം. ഇതേമാതിരി തന്നെ നമുക്ക് അതിൻ്റെ അപ്പുറത്തെ പാളി അടിക്കാം. അതേപോലെ തന്നെ ബാക്ക് കഴുത്തും ബാക്ക് സൈഡും ഇതേപോലെ അടിക്കാം. ബാക്ക് സൈഡ് പിന്നെ പാളിന്ന് വെക്കല്ല, ജസ്റ്റ് ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കല് വേണം. അതിന് ശേഷം നമുക്കിനി ഷോൾഡറുകൾ തമ്മിൽ ജോയിൻ ചെയ്യണം. അതും വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. നല്ല ബാക്ക് വശത്തിൻ്റെ നല്ല പുറത്ത് ഫ്രണ്ട് വശത്തിൻ്റെ നല്ല പുറത്തും തമ്മിൽ കൂട്ടി വെച്ചതിന് ശേഷം സാധാരണ നമ്മൾ ഷോൾഡർ എങ്ങനെയാണ് അടിക്കില്ലേ അതേമാതിരി അടിച്ചാൽ മതി. അല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് മറിച്ച് സ്റ്റിച്ച് കാണാത്ത രീതിയിൽ അടിക്കണില്ലേ. ഇത് നമുക്ക് കോളർ വരുന്ന കാരണം നമ്മളിത് സാധാ നല്ലപുറം കൂട്ടിയിട്ടിട്ട് നേരെ ഒറ്റൊരു അടി അടിക്കുന്നുള്ളൂ. അല്ലാതെ ലൈനിങ് കാണാത്ത രീതിയോ അങ്ങനെ ഒന്നും അടിക്കില്ല. ഇത് അതേമാതിരി ഇത് ഷോൾഡർ അടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിൽ വരുന്ന നെക്സ്റ്റ് പണി എന്ന് പറയുന്നത് കോളർ ഫിറ്റ് ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഞാൻ കോളർ വെട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഇനി നമ്മൾ ആദ്യം തന്നെ 3 ഇഞ്ച് നീക്കിയിട്ടല്ല നമ്മൾ രണ്ട് വശത്തും 2 പാളി വരുന്ന വശത്ത് നമ്മൾ 3 ഇഞ്ച് നീക്കി വെട്ടണം. അപ്പം ബാക്കിയുള്ള അവിടെ നിങ്ങൾ നമ്മുടെ കോളർ എന്തോരം ഉണ്ടെന്ന് വലുപ്പം നോക്കുക. ആ അളവ് അനുസരിച്ച് നമ്മളൊരു 2 ഡബിൾ സ്റ്റിച്ചിങ് ആയിട്ട് തുണി മടക്കാം. ആ അളവിലുള്ള നീളത്തിലൊരു തുണി ഇട്ടു ആ തുണീനെ മടക്കിയിടുമ്പോൾ ഇപ്പം നമ്മുടെ ഈ അളവ് വരുന്നത് എത്രയായിരുന്നു കാണിച്ചിട്ടുണ്ടായിരുന്നത്, ആ അളവ് വരുന്നത് എത്രയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നും ഒരു 1/2 ഇഞ്ച് ഫസ്റ്റ് നമ്മൾ മാർക്ക് ചെയ്യുക. ഓപ്പണിങ് വരുന്ന ഏരിയയിൽ 1/2 ഇഞ്ച് ഫസ്റ്റ് ഇങ്ങനെ മാർക്ക് ചെയ്യുക. അതിൻ്റെ മുകളിലായിട്ട് ഒരു 1/4 ഇഞ്ച് ഒന്ന് ഇങ്ങനെ മാർക്ക് ചെയ്യുക.
അരയും കാലായിട്ട് മാർക്ക് ചെയ്യട്ടെ. ഇവിടെ ഒരു 1/2 ഇഞ്ചും അവിടെ 1/4 ഇഞ്ചും മാർക്ക് ചെയ്യുക. ലാസ്റ്റ് അതൊന്ന് ജസ്റ്റ് ഒരു കോളർ ഷേപ്പിലൊന്നാക്കി കൊടുക്കാൻ വേണ്ടി ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അവിടെ 1/2 ഇഞ്ചും ഇവിടെ 1/4 ഇഞ്ചും ഒന്ന് ഒരു ഷേപ്പ് റാ പോലെ ഒരു ഷേപ്പിലാവാൻ വേണ്ടി, റായല്ല ജസ്റ്റ് ഒരു കറവ് പോലെ ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടി ജസ്റ്റ് ഇത് ഇങ്ങനെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക. അതായത് കോളർ ഒന്ന് റൗണ്ടനായിട്ട് ഇരിക്കുമല്ലോ, അതിന് വേണ്ടി ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. നമ്മൾ ഏകദേശം പറയുന്നത് ഒരു കൈ വെട്ടണ ഒരു സ്റ്റൈൽ പോലെ തന്നെയാണ്. അതിന് ശേഷം ഇങ്ങനെ ഇതാക്കി കൊടുത്തു. പിന്നെ ആ താഴേക്ക് നമ്മളൊരു 1/4 ഇഞ്ച് പറിച്ചിട്ടില്ല, അവിടേക്ക് കൊടുക്കാം. നേരെ ഒറ്റ ചതുരം കോളർ പോലെ ആവണ്ടെന്ന് വെച്ചിട്ടാണ് നമ്മളൊന്ന് വളച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇത്രയുള്ള കോളർ ഇതേപോലത്തെ മെയിൻ ക്ലോത്തിൽ അത് വെട്ടിയെടുക്കാം കേട്ടോ. അതുപോലെ ഇതേ സെയിം അളവിൽ മെയിൻ ക്ലോത്തിൻ്റെ 2 പീസും കൂടെ വെട്ടിയെടുക്കണം. ഈ ഒരു ലൈനിങ്ങിന് സെയിം അളവിൽ തന്നെ മെയിൻ ക്ലോത്തിൻ്റെ 2 പീസും അങ്ങനെ നമ്മൾ വെട്ടിയെടുത്തിട്ടുണ്ട്. ഇനി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലൈനിങ്ങും മെയിൻ ക്ലോത്തും തമ്മിൽ അറ്റാച്ച് ചെയ്യാണ്. അപ്പോൾ ആദ്യം തന്നെ ഒരു മെയിൻ ക്ലോത്ത് എടുക്കുക, അതിൻ്റെ പൊട്ടപ്പുറത്ത് ലൈനിങ് വെച്ച് 3 വശം സ്റ്റിച്ച് ചെയ്യുക. ഒരു വശം മാത്രം സ്റ്റിച്ച് ചെയ്യാതിരിക്കുക, ബാക്കി 3 വശം സ്റ്റിച്ച് ചെയ്യുക. അത് ഏതൊക്കെ 3 വശം സ്റ്റിച്ച് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ റൗണ്ടായി വരയ്ക്കില്ലേ, ആ ഒരു വശം സ്റ്റിച്ച് ആ വശം സ്റ്റിച്ച് ചെയ്യണം. അതിൻ്റെ ഓപ്പോസിറ്റ് വരുന്ന വശം സ്റ്റിച്ച് ചെയ്യണ്ട. അതായത് നമ്മൾ റൗണ്ടിന് വരയ്ക്കുന്ന വശം സ്റ്റിച്ച് ചെയ്യണം, അതിൻ്റെ ഓപ്പോസിറ്റ് വരുന്ന വശം സ്റ്റിച്ച് ചെയ്യണ്ട. അങ്ങനെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കേട്ടോ. അങ്ങനെ അത് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇനി ഇതിൻ്റെ പുറത്ത് നമ്മുടെ മെയിൻ ക്ലോത്തിൻ്റെ ഒരു പീസും കൂടി ഉണ്ടാവില്ല, അതിൻ്റെ നല്ല പുറം തമ്മിൽ കൂട്ടിയിടാം. നല്ല പുറം കൂട്ടിയിടുമ്പോൾ നമ്മൾ വെട്ടിയ വശം കൂടെ നോക്കിയിട്ട് വേണം കൂട്ടിയിടാം. അങ്ങനെ കൂട്ടിയിട്ടതിന് ശേഷം വീണ്ടും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ റൗണ്ട് ഷേപ്പ് വെട്ടിയ വശം സ്റ്റിച്ച് ചെയ്യേണ്ട, ബാക്കിയുള്ള വശങ്ങൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അല്ല, റൗണ്ട് വശം വെട്ടിയ വശം സ്റ്റിച്ച് ചെയ്യേണ്ട, ബാക്കിയുള്ള വശം സ്റ്റിച്ച് ചെയ്തെടുക്കുക. അങ്ങനെ ആ 3 വശം സ്റ്റിച്ച് ചെയ്ത് 3 കഷ്ണം സ്റ്റിച്ച് ചെയ്തല്ലോ. ഇനി നമുക്ക് മറിച്ചിടാം. അതായത് നല്ല പുറത്തേക്ക് മറിച്ചിട്ടതിന് ശേഷം ഒന്ന് പതിച്ചടിക്കുക. അല്ലേ, അങ്ങനെ കോളറ് കട്ടിയാവും ചെയ്യും. ഇനി അതിൻ്റെ ഉള്ളിൽ ഷിപ്പ് വെച്ചിട്ട് വേണമെങ്കിൽ കട്ടിയാവും ചെയ്യാം. നമ്മളിപ്പോൾ കട്ടിയാവും ചെയ്തു, അതേപോലെ തന്നെ ലൈനിങ് ആയിട്ട് അറ്റാച്ച് ആവും ചെയ്തു. ഇനി നമ്മൾ രണ്ടിൻ്റെ സെൻറ്റർ കാണാം. അതായത് നമ്മുടെ കോട്ടിൻ്റെ സെൻറ്ററും കോളറിൻ്റെ സെൻറ്ററും തമ്മിൽ ജോയിൻ ചെയ്തിട്ട് ഒരു വശത്ത് നിന്ന് അടുത്തൊരു വശം ആ 3 സെൻറ്റിമീറ്റർ നമ്മൾ അടയാളപ്പെടുത്തി സ്റ്റിച്ചിങ് ചെയ്തതിൻ്റെ അവിടെ വരെ എത്തുന്നുണ്ടോ നോക്കുക. അതെത്തും. നിങ്ങൾ എടുത്ത അളവ് കറക്റ്റ് ആണെങ്കിൽ എന്തായാലും എത്തും. എനിക്ക് കറക്റ്റായി കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ കറക്റ്റാണെന്ന് നോക്കിയതിന് ശേഷം നമ്മൾ സ്റ്റിച്ച് ചെയ്യുക. ഒരു കൈ അടിക്കുന്ന പോലെ തന്നെ സെൻറ്ററിൽ നിന്ന് ഒരു വശത്തേക്ക് അടിക്കുക. അത് കറക്റ്റായി എത്തിയതിന് ശേഷം പിന്നെ സെൻറ്ററിൽ നിന്ന് അടുത്ത വശം അടിക്കുക. അടിക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. നമ്മൾ ഒരു 2 ലൈനിങ്ങും ഒരു മെയിൻ ക്ലോത്തും ആദ്യം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് മാത്രമാണ് ഇവിടെ അടിക്കാൻ പാടുള്ളൂ, നമ്മൾ ഇവിടെ അടിക്കാൻ പാടുള്ളൂ. അപ്പോൾ പൊട്ടവശത്ത് ആ 2 വശം ഒരുമിച്ച് വെച്ചിട്ടുണ്ടായിരുന്നില്ല, അവർ രണ്ടിലും തമ്മിൽ കൂട്ടി വെച്ചിട്ട് വേണം അടിക്കാം. അപ്പോൾ കോളർ ഈ ഒരു കോളറിന് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ എന്തായാലും എന്നോട് ചോദിക്കണം. ഞാൻ എന്താ പറയുക, ഒരു ഷോർട്ട് സൈസ് ചെയ്യാം. അതേപോലെ തന്നെ എന്നിട്ട് അത് മറച്ചിട്ടിട്ട് മെയിൻ പുറത്തേക്ക് വരുമ്പോൾ നമ്മൾ തെരുത്ത് വേണം അടിക്കാൻ. അത് നമ്മൾ ഒറ്റ പീസായിട്ട് ലാസ്റ്റ് വെച്ചിട്ടുണ്ടായിരുന്ന കോളർ പീസില്ലേ, അതിനെയാണ് തെരുത്ത് വെക്കേണ്ടത്. തെരുത്ത് വെക്കുമ്പോഴത്തേക്കും നമ്മൾ ഇങ്ങനെ ഇത്തിരി ആ സൈഡിലൊക്കെ വിട്ടിട്ട് വേണമായിരുന്നു സ്റ്റിച്ച് ചെയ്യാം. അത് ഇങ്ങനെ തെരുത്ത് നമുക്ക് കിട്ടും കേട്ടോ. കോളർ വെക്കാൻ ഡൗട്ടുള്ളവർ എന്തായാലും ചോദിക്കണം കേട്ടോ. ഇങ്ങനെ കയറ്റി വെച്ച് തെരുത്ത് വേണം നമ്മൾ മീതെ കൂടെ അടിക്കാൻ. അങ്ങനെ നമ്മുടെ കോളർ സെറ്റായിട്ടുണ്ട്. ഈ കോളർ സെറ്റാകുമ്പോൾ തന്നെ ഏകദേശം കോട്ട് സെറ്റ് സെറ്റായി കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് കൈ വെക്കാനാണ്. കൈ വയ്ക്കുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം തന്നെ നമ്മുടെ കൈയിൻ്റെ ഇറക്കം എത്രയാണെന്നോ, നമ്മൾ ഇത്തിരി പഫായിട്ടുള്ള ഒരു കൈയാണ് വെക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ എൻ്റെ കൈയിൻ്റെ ഇറക്കം എന്ന് പറയുന്നത് 12 ആണ്. അപ്പോൾ 12 ഞാൻ ഇറക്കെടുത്തു. അതിൻ്റെ കൂടെ ഒരു 3.5 ഇഞ്ചും കൂടെ എക്സ്ട്രാ ഞാൻ മുകളിലേക്ക് കയറ്റി എടുത്തിരിക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പഫായി നിൽക്കാൻ വേണ്ടി നമ്മളൊരു 3.5 ഇഞ്ചും കൂടെ കയറ്റി എടുത്തു. അപ്പോൾ ആദ്യം തന്നെ കൈയിൻ്റെ അളവെടുത്ത് വണ്ണം എന്ന് പറയുന്നത് 8 ഇഞ്ചാണ് കേട്ടോ. പിന്നെ തയ്യൽ തുമ്പ് ഞാൻ വേറെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ കൈയിൻ്റെ ഇറക്കം വണ്ണം അനുസരിച്ച് ഞാൻ വരച്ച്, പിന്നെ 3.5 ഇഞ്ച് കയറ്റി വരച്ചത് പഫ് കിട്ടാൻ വേണ്ടിയാണ്. അതിന് എന്നിട്ടൊന്ന് കെർവായിട്ട് നമ്മുടെ പഴയ കൈയിൻ്റെ ഇതാക്കി വരച്ചതിന് ശേഷം നമ്മൾ ആ ഒരു വരയിലൂടെ നമ്മുടെ കൈ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ലൈനിങ് ആണ് കട്ട് ചെയ്യുന്നത്. ഇതേ ലൈനിങ് സെയിം തന്നെ ഇതേപോലെ 4 പീസായിട്ട് തുണി മടക്കിയിട്ടതിന് ശേഷം നമ്മൾ മെയിൻ ക്ലോത്തിൽ വെട്ടിയെടുത്താൽ മതി. പിന്നെ അതിൽ മെഷർമെൻറ്റ്സിൻ്റെ മറ്റു കാര്യങ്ങളൊന്നും വേണ്ട. അപ്പോൾ അത്രേ ഉള്ളൂ നമ്മുടെ
കൈ എന്ന് പറയുന്നത്. പഫ് ആക്കാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ 3.5 ഇഞ്ചും കൂടെ എക്സ്ട്രാ നീളമിട്ടിട്ട് ചെയ്യണം, അല്ലെങ്കിൽ നമ്മുടെ കൈ വല്ലാതെ കീറിപ്പോവും. എനിക്കാണെന്നുവെച്ചിട്ടുണ്ടെങ്കിൽ അത് നന്നായി ഒരു അബദ്ധം പറ്റി. ഞാൻ നാളെ ശ്യാമിലിയുടെ ഒരു ടോപ്പ് തയ്ച്ചതിൽ എനിക്ക് ശരിക്കും അത് അബദ്ധം പറ്റിപ്പോയി. അപ്പോൾ ഇത് തയ്ച്ചതിന് ശേഷം ഞാൻ അത് തയ്ച്ചു, എന്നിട്ട് എനിക്ക് അബദ്ധം പറ്റി കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ കട്ടിങ് വരുന്നത് കൈയിൻ്റെ. ഇനി കൈ നമുക്ക് ലൈനിങ് ആയിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇത് നല്ല പുറത്ത് തന്നെ ഇട്ട് മറച്ചടിക്കാനൊന്നും നിൽക്കണ്ട. നമ്മുടെ പുറത്ത് ഇട്ടിട്ട് ലൈനിങ് അതിൻ്റെ മീതെ തന്നെ വെച്ചിട്ട് 4 ചുറ്റും അടിക്കുക, 4 ഫുൾ ചുറ്റും അടിക്കുക. എന്നിട്ട് കൈയിൻ്റെ തുമ്പ് മടക്കി അടിച്ച് പതിച്ചടിച്ചാൽ മതി കേട്ടോ. അല്ലാതെ നമ്മൾ സാധാ പോലെ തുമ്പത്തേക്ക് സ്റ്റിച്ചിങ് വരുന്ന രീതിക്ക് മടക്കി അടിക്കാൻ നിൽക്കേണ്ട, ഇതിങ്ങനെ ഇട്ടിട്ട് ഫുൾ അടിച്ചെടുത്താൽ മതി. കൈകളും സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഈ കൈ നമുക്ക് ഇതിവിടെ നമ്മൾ ഇട്ടിട്ടുണ്ടല്ലോ, ഇവിടെ കണ്ട ഇങ്ങനെ ഒരു അടയാളം ഇട്ടില്ലേ, ഇവിടെ നമ്മൾ ഇങ്ങനെ ഇവിടെ നിന്ന് വരുന്ന ഫ്രില്ലടിച്ചു കൊടുക്കാം. 2 കൈൻ്റെയും അതുപോലെ ചെയ്യും. അങ്ങനെ നമ്മൾ ഇത് കൈ ഇങ്ങനെ നിറ വെച്ചിട്ടോ, ഇങ്ങനെ നിറ വെച്ചു. ഈ കൈയിൻ്റെ തുമ്പൊന്ന് മടക്കി അടിക്കാം. അതിന് ശേഷം നമുക്ക് കൈ അതിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതേ കൈയിൻ്റെ തുമ്പ് കൈയിൻ്റെ തുമ്പ് അടിച്ചിട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഈ ഇതിലേക്ക് ഇങ്ങനെ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ഷോൾഡറിൽ കൂട്ടി വയ്ക്കാം. നല്ലപ്പുറം തമ്മിൽ കൂട്ടിയിട്ടിട്ട് വെച്ചാൽ മതി, അത്രേ ഉള്ളൂ. സ്റ്റിച്ചിങ് കൊണ്ട് കാണിച്ചു തരാം. അതിന് ശേഷം നമ്മുടെ കൈയിൻ്റെ നല്ലപ്പുറം വരെ കൂട്ടി വയ്ക്കാം. കൈയിൻ്റെ നല്ലപ്പുറം നമുക്ക് സ്റ്റിച്ച് ചെയ്യാം. ഇങ്ങനെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാം. ഇത് ഞാൻ 2 വര, ഇത് വര ടക്ക് ഇടാൻ വേണ്ടി കൊടുത്തിരിക്കുന്ന കേട്ടോ. ഇപ്പുറത്ത് അതേപോലെ കൊടുത്തിട്ടുണ്ട്. ഈ വര തെറ്റിയതാട്ടോ. ഇതാണ് ഒറിജിനൽ വര. ഇതേപോലെ ഇവിടെ ഒരു വര കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ വണ്ണം അടയാളപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് അതടിച്ചിട്ട് വരാം. വണ്ണം അടയാളപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് നേരെ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി. അപ്പോൾ ആദ്യം നേരെ ടെക്ക് സ്റ്റിച്ച് ചെയ്യാം. ടെക്ക് വളരെ ചെറുതായിട്ടൊന്ന് സ്റ്റിച്ച് കൊടുക്കാൻ പാടുള്ളൂ. ആ ടെക്ക് പിടിച്ച വരയിൽ നമ്മൾ ഒന്ന് ചെറുതായൊരു ഷേപ്പ് കിട്ടാൻ വേണ്ടി. കോഡ് സെറ്റല്ല, അപ്പോൾ നമുക്ക് സൈഡ് ഷേപ്പിൽ അടിക്കേണ്ട ആവശ്യമില്ല. ഈ 2 ടെക്ക് ഇട്ട് കൊടുത്ത് നമുക്ക് അത്യാവശ്യം ബോഡി ഷേപ്പിലേക്ക് നിൽക്കും. അപ്പം അത്യാവശ്യം ചെറിയ ടെക്കാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. വലിയ ടെക്ക് ഇടുന്നതാണ് ശരിക്കും നല്ല ഭംഗിയിൽ നിൽക്കാം. അപ്പോൾ ഞാൻ ചെറിയൊരു ടെക്കാണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ അതേപോലെ ഞാൻ ചെറിയൊരു ടെക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. 2 വശത്തും നമ്മൾ ടെക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ടെക്ക് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ലുക്ക് എന്ന് പറയുന്നത് ഇങ്ങനെ ആയിരിക്കും കേട്ടോ. ഇനി നമുക്ക് ഈ 2 സൈഡും അടിക്കണം. 2 സൈഡും ഞാൻ അളവ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ചെറുതായിട്ട് ടെക്ക് ഇട്ടിട്ടുള്ളൂ, വലുതാക്കി ഇടണമായിരുന്നു, എന്നാലാണ് നല്ല ഷേപ്പിൽ നിൽക്കുള്ളൂ. ഇനി നമുക്ക് 2 സൈഡുകൾ അടിച്ചു കൊടുക്കേണ്ടത്. ഈ സൈഡൊക്കെ ഞാൻ കൈ മണ്ണൊക്കെ അളവെടുത്തിട്ടുണ്ട്. അങ്ങനെ 2 സൈഡ് അടിച്ചു. എപ്പോഴും സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഡബിൾ സ്റ്റിച്ച് ചെയ്യുക, ഡബിളോ ത്രിബിളോ ചെയ്യാം. 2 അടി അടിക്കണം കേട്ടോ എല്ലാതും. ഇനി നമുക്ക് അടി മടക്കി അടിക്കണം. പിന്നെന്താ, ഇനി ഓരോ സ്റ്റിച്ചും കൂടെ സൈഡിൽ കൊടുക്കണം, അടി മടക്കി അടിക്കണം. അതൊക്കെയാണ് നമ്മുടെ ടോപ്പിൻ്റെ ഫൈനൽ പണികൾ എന്ന് പറയാം. അപ്പോൾ അങ്ങനെ നമ്മുടെ ടോപ്പിൻ്റെ ഒരുവിധം പണികളൊക്കെ അവസാനിച്ചിട്ടുണ്ട് കേട്ടോ. അടിയൊക്കെ മടക്കി അടിച്ച് എല്ലാം നമ്മുടെ കോട്ട് സെറ്റായി. ഇനി ബട്ടൺ വയ്ക്കാൻ മാത്രമാണ് വേണ്ടോ. ബട്ടൺ എനിക്ക് ഇതിന് മാച്ചിനുള്ള കളർ കിട്ടിയിട്ടില്ല. ഞാൻ തൽക്കാലം ഇടാൻ വേണ്ടി ഞാൻ അപ്പോൾ എന്തെങ്കിലും ഉള്ള ഒരു ബട്ടൺ വെച്ച് നിൽക്കുകയാണ്. അത് തുന്നിയാണ് കേട്ടോ. അപ്പോൾ അതാണ് നമ്മുടെ ഇത്. ഇട്ടിട്ടുള്ളൊരു ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. അതേ ബട്ടനൊക്കെ വെച്ച് നമ്മളിട്ടു. പക്ഷേ ഇത് ഞാൻ തൃശ്ശൂർ പൂരത്തിനാണ് ആദ്യം ഇട്ടത്. ഇത് ഞാൻ ഒന്ന് വീഡിയോയ്ക്ക് വേണ്ടി ഇട്ടതാണ് കേട്ടോ. അപ്പം എനിക്ക് ഇതിട്ടിട്ട് അങ്ങനെ മോഡലൊന്നും ചെയ്യാറില്ല, എന്നാലും ജസ്റ്റ് ഒന്ന് എൻ്റെ മോഡൽ കാണാം.
അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. പുതിയൊരു വീഡിയോ വരുന്നതായിരിക്കും. ബൈ.